ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ട്രൂ ട്രാക്കിൻ്റെ പുതിയൊരു ക്ലാസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫ്ലുവൻസിക്ക് മാത്രമല്ല ഇംഗ്ലീഷ് ബേസിക്സിനും ഇംഗ്ലീഷ് ആക്സെൻറ്റിനും അത്യാവശ്യമാണ് വേർഡ് പവർ അഥവാ വൊക്കാബുലറി. വാക്കുകൾ ധാരാളമായി ഉണ്ടാകുമ്പോഴാണ് ഒരു ഭാഷ നമുക്ക് യഥേഷ്ടം ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഈ വാക്കുകൾ സ്വായത്തമാക്കുന്ന രീതികൾ ഇംഗ്ലീഷ് ഫ്ലുവൻസി സൊല്യൂഷൻ എന്ന രൂപത്തിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണത്? എക്സ്പാൻഡിങ് വൊക്കാബുലറി ഈസ് വൺ ഓഫ് ദ ഇംഗ്ലീഷ് ഫ്ലുവൻസി സൊല്യൂഷൻസ്. വൊക്കാബുലറി എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ഡിക്ഷണറി അല്ലെങ്കിൽ ഡിക്ഷണറി കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ നാം അറിയാതെ പോകുന്ന മറ്റ് ചില ഉപാധികളും കൂടി ഉണ്ട് ഈ വൊക്കാബുലറി എക്സ്പാൻഷനിൽ വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് യു ആർ എ ഡിക്ഷണറി എന്ന കാര്യം. നിങ്ങൾ ഓരോരുത്തരും ഒരു നിഘണ്ടുവായി മാറുന്നു. എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങളിൽ നിന്ന് തന്നെ വാക്കുകൾ എടുക്കാൻ ശ്രമിക്കുക. നിങ്ങളിൽ നിന്ന് തന്നെ വാക്കുകൾ എക്സ്ട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതെങ്ങനെയാണ്? ഫ്രം ഹെഡ് ടു ടിപ്പ് ടോപ്പ്. എത്ര വാക്കുകളുണ്ടെന്ന് അറിയോ? ഇപ്പോൾ ഹെഡ് വേർഡ്സ്, ക്രിയാരൂപം എന്ന രൂപത്തിൽ നിന്ന് തിങ്ക്, അല്ലെ, തല കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ. ഇമാജിൻ, ഫോർസി, മുൻകൂട്ടി കാണുക. പ്രിഡിക്റ്റ്, പ്രവചിക്കുക. റിമെമ്പർ, ഓർമ്മിക്കുക. ഫോർഗിറ്റ്, മറക്കുക. അനലൈസ്, വിശകലനം ചെയ്യുക. എത്ര വാക്കുകൾ അല്ലേ? ഗസ്, ഊഹിക്കുക. ഈ വാക്കുകൾ ക്രിയാരൂപങ്ങളാണെങ്കിൽ, ക്രിയാപദങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അവയുടെ മറ്റ് ക്രിയാരൂപങ്ങളും മനസ്സിൽ കാണുക. ഫോർ എക്സാമ്പിൾ, റിമെമ്പർ, റിമെമ്പേർഡ്, റിമെമ്പേർഡ്, റിമെമ്പറിങ്. ഫോർഗെറ്റ്, ഫോർഗോട്ട്, ഫോർഗോട്ടൺ, ഫോർഗെറ്റിംഗ്. തിങ്ക്, തോട്ട്, തോട്ട്, തിങ്കിങ്. ഈ രീതിയിൽ വേണം. നിങ്ങൾക്ക് വേണമെങ്കിലോ അവയുടെ നൗൺ ഫോംസ്, അഡ്ജക്റ്റീവ്സ്, ആഡ്വേർബ്സ് ഇതൊക്കെ മനസ്സിൽ കണ്ടൂടെ? ഇപ്പോൾ തിങ്ക് എന്നതിൻ്റെ നൗൺ ഫോം എന്താ? തോട്ട്, ചിന്ത. ഫോർഗെറ്റ്, മറക്കുക. എന്താ അതിൻ്റെ നൗൺ ഫോം? ഫോർഗെറ്റ്ഫുൾനെസ്, മറവി. യെസ്. ഇമാജിൻ, സങ്കല്പിക്കുക. ഇമാജിനേഷൻ, സങ്കല്പം, ഭാവന. യെസ്. അത് മറ്റൊരു രൂപത്തിൽ ഇമാജിനേറ്റീവ്ലി, ഭാവനാത്മകമായി. അത് മറ്റൊരു ഡിസ്ക്രൈബിംഗ് വേർഡാണ്. വേർബിൻ്റെ ഡിസ്ക്രൈബിംഗ് വേർഡ് ആഡ്വേർബ്. യെസ്. തോട്ട്ഫുള്ളി, അല്ല, ഹി റിപ്ലൈഡ് തോട്ട്ഫുള്ളി. അപ്പോൾ തോട്ട് എന്ന വാക്കിൽ നിന്നും തോട്ട്ഫുള്ളി വന്നു. നമ്മൾ ഡിക്ഷണറി നോക്കുന്നതിന് മുമ്പേ നമ്മളെ തന്നെ നോക്കൂ. നമ്മുടെ രണ്ട് കണ്ണുകൾ മുൻഭാഗത്താണ്, നമ്മളെ കാണാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് കാണൂ, എന്നിട്ട് നമ്മൾ ഡിക്ഷണറിയൊക്കെ കാണും. മെല്ലെ ഇറങ്ങി വന്നു കണ്ണുകളുടെ പ്രവൃത്തികൾ എന്തൊക്കെയാണ്? സീ, സോ, സീൻ, സീയിങ്, സൈറ്റ്. ലുക്ക്, ലുക്ഡ്, ലുക്ഡ്, ലുക്കിംഗ്. ഗ്ലാൻസ്, ഗ്ലാൻസ്ഡ്, ഗ്ലാൻസ്ഡ്, ഗ്ലാൻസിങ്. സ്റ്റെയർ, സ്റ്റെയർഡ്, സ്റ്റെയർഡ്, സ്റ്റെയറിങ്. നമുക്ക് ഒരുപാട് പ്രിൻസിപ്പിൾസും ടെക്നിക്സും സ്ട്രാറ്റജീസൊക്കെ ഉണ്ട് വിവിധ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ ഒരു ലാംഗ്വേജ് ലേണറെ സംബന്ധിച്ചിടത്തോളം ഭാഷാ പഠനത്തിന് വേണ്ടി അത്തരം തത്വങ്ങളും സിദ്ധാന്തങ്ങളും ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ലാംഗ്വേജ് ലേണേഴ്സ്
ക്രിയേറ്റീവ് ലേണേഴ്സായി മാറുന്നത്. ഇപ്പോൾ വേർബ്സ് ആൻഡ് വേർബ് ഫോംസ് ഞാനിതിൽ പറഞ്ഞു. അതിനെ 1, 2, 3 പ്രിൻസിപ്പിൾ ഉപയോഗിച്ചൂടെ? ടേക്ക്, ടുക്ക്, ടേക്കൺ, 1, 2, 3. ഗോ, വെൻറ്റ്, ഗോൺ, 1, 2, 3. 1, 2, 3. 1, 2, 3. Go, went, gone. Come, came, come. Take, took, taken. Give, gave, given. നമ്മൾ അവിടെ പ്ലേലിസ്റ്റിലുണ്ട് 1, 2, 3 പ്രിൻസിപ്പിൾ. പ്രോനൗൺസ് പഠിക്കുന്നതിന് ഉപയോഗിച്ചു. 1, 2, 3. 1, 2, 3. I, my, me. We, our, us. You, your, you. They, their, them. ഈ രീതിയിൽ ഇവിടെയും അത് തന്നെയല്ലേ ഉപയോഗപ്പെടുത്തുന്നേ. വാക്കുകൾ ധാരാളം ഉണ്ടാവും. അബൻഡൻസ് ഓഫ് വൊക്കാബുലറി, അബൻഡൻസ് ഓഫ് വേർഡ്സ്, എ ലോട്ട് ഓഫ് വേർഡ്സ്, ലാർജ് നമ്പർ ഓഫ് വേർഡ്സ്, അൺലിമിറ്റഡ് വേർഡ്സ്. ഫോർത്ത്, വേർഡ് പവർ, വേർബോസിറ്റി. നല്ലൊരു വാക്കാണ്, പദക്കസർത്ത് എന്ന് പറയാം. വേർബോസിറ്റി അതല്ലേ? ഒരു വീഡിയോയിൽ മാസ്റ്റർ ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വാക്കുകൾ ഇങ്ങനെ ഒഴുകി വരുന്നത്. ലിറ്റിൽ ഡിഡ് ഹിസ് മദർ തിങ്ക് വെൻ ഷി ബിഹെൽഡ് ഹർ ന്യൂ ബോൺ ബേബ് ദാറ്റ് ദ ബോയ് വാസ് ഡെസ്റ്റിൻഡ് ടു എക്സ്പ്ലെയിൻ മെനി മാറ്റേഴ്സ് വിച്ച് ഹാഡ് ബീൻ എ മിസ്റ്ററി എവർ സിൻസ് ദ ക്രിയേഷൻ ഓഫ് ദ വേൾഡ്. ഈ പ്രപഞ്ച സൃഷ്ടി മുതൽ ഇന്ന് വരെ അജ്ഞാതമായി കിടക്കുന്ന ഒരുപാട് സത്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു കുട്ടിക്കാണ് താൻ ജന്മം നൽകിയതെന്ന് ആ മാതാവ് ഒരിക്കലും കരുതിയിട്ടുണ്ടാവുകയില്ല എന്ന ഒരു സെൻറ്റൻസ് ഇംഗ്ലീഷ് ഫ്ലുവൻസി സൊല്യൂഷൻ്റെ ഭാഗമായി ഒരു ക്ലാസ്സിൽ തന്നത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? ഓർമ്മിക്കണം. കാരണം സെൻറ്റൻസ് ഇതാണ്, റിമെമ്പർ നോട്ട് ടു ഫൊർഗെറ്റ്. എന്താണ്? റിമെമ്പർ നോട്ട് ടു ഫൊർഗെറ്റ്, മറക്കാതിരിക്കാൻ ഓർമ്മിക്കുക. യെസ്. അങ്ങനെ ഇപ്പോൾ കണ്ണുകളുടെ പ്രവൃത്തികൾ ധാരാളം, കാതുകളുടെ പ്രവൃത്തികൾ അല്ലേ? ലിസൺ, ലിസൺഡ്, ലിസൺഡ്, ലിസണിങ്, ലിസണേഴ്സ്. ഹിയർ, ഹേർഡ്, ഹേർഡ്, ഹിയറിങ്. ഇത്ര വാക്കുകൾ. ഇറക്റ്റ്, വട്ടം പിടിക്കുക, കാതുകൾ വട്ടം പിടിക്കുക അല്ലേ? സാധാരണ പറയാറില്ലേ, കാണാത്ത കണ്ണുകൾ തിരുമ്മി തുറക്കുക, കേൾക്കാത്ത കാതുകൾ വട്ടം പിടിക്കുക. പാടുക, പാടുക, പരിവർത്തനത്തിൻ്റെ പടപ്പാട്ട് പാടുക. യെസ്, അതാണ് ഇറക്റ്റ്, വട്ടം പിടിക്കുക. നന്നായി ഒബ്സർവ് ചെയ്യുന്ന ലക്ഷണം. ഇറക്റ്റ്, ഇറക്റ്റഡ്, ഇറക്റ്റഡ്, ഇറക്റ്റിംഗ്. യെസ്. നോസ്, സ്മെൽ, സ്മെൽറ്റ്, സ്മെൽറ്റ്. യെസ്. ബ്രീത്ത് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് മൗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലോ? സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ, സ്പീക്കിംഗ്. നൗൺ ഫോം സ്പീച്ച്, സ്പീച്ച്ലെസ്. എന്തെല്ലാം വാക്കുകളുണ്ടതിൽ, അനുബന്ധ വാക്കുകൾ. യെസ്. ടെൽ, ടോൾഡ്, ടോൾഡ്, ടെല്ലിങ്. സ്റ്റോറി ടെല്ലിങ് അല്ലേ? യെസ്. ഓപ്പൺ, ഓപ്പൺഡ്, ഓപ്പൺഡ്, ഓപ്പണിങ്. ക്ലോസ്, ക്ലോസ്ഡ്, ക്ലോസ്ഡ്, ക്ലോസിങ്. ഇഷ്ടംപോലെ വാക്കുകളുണ്ട് അല്ലേ? ഹാവ്, ഹാഡ്, ഹാഡ്, ഹാവിങ്. ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ, ഈറ്റിങ്. ഇഷ്ടംപോലെ വാക്കുകളുണ്ട്. കൈകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ടേക്ക്, ടുക്ക്, ടേക്കൺ, ഗിവ്, ഗേവ്, ഗിവൺ. ഇഷ്ടംപോലെ വാക്കുകൾ. പറഞ്ഞു വരുന്നത് ഒരു ഡിവൈസാണത് ഫോർ എക്സ്പാൻഡിങ് വൊക്കാബുലറി. വൺ ഓഫ് ദ ഡിവൈസസ് ഫോർ എക്സ്പാൻഡിങ് വൊക്കാബുലറി ഈസ് കൺസിഡറിങ് യുവർ സെൽഫ് ആസ് എ ഡിക്ഷണറി ആൻഡ് എക്സ്ട്രാക്ടിങ് ദ മാക്സിമം വേർഡ്സ് ഫ്രം യു. ശ്രമിച്ചു നോക്കൂ മക്കളെ. ഒരു നോട്ട്ബുക്ക് എടുക്ക്, ഓരോ പേജിൽ ഇങ്ങനെ എഴുതാൻ തുടങ്ങിക്കോ, നിറഞ്ഞ് കവിയും. യെസ്, ആവശ്യത്തിന് വേണ്ടുന്ന വാക്കുകൾ വരും. ഓക്കെ. ഇനി വൊക്കാബുലറി എക്സ്പാൻഷന് വേണ്ടി വേറൊരു ഡിവൈസ് പറഞ്ഞുതരാം. എന്താണത്? ഡിക്ഷണറി കൺസൾട്ട് ചെയ്യാതെ തന്നെ. ഡിക്ഷണറിയിലും ഈ രീതിയിലാണ് വാക്കുകൾ ക്രമീകരിച്ച് സിസ്റ്റമാറ്റിക്കലി അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ്. എങ്ങനെയാണെന്ന് പറയുമോ? എ എന്ന അക്ഷരം എടുക്കുക. എ എന്ന അക്ഷരം എടുത്തിട്ട്
അടുത്ത അക്ഷരം ബി. അപ്പം ആദ്യത്തെ 2 അക്ഷരങ്ങൾ എ ബി വരുന്ന വാക്കുകൾ പരമാവധി നോക്കും. എബവ്, മുകളിൽ. ഫസ്റ്റ് 2 letters ആർ എ ആൻഡ് ബി. ആബ്സെൻറ്റ്, അഭാവം. അബ്നോർമൽ, അബ്നോർമൽ. ഇഷ്ടംപോലെ വാക്കുകൾ നിങ്ങളിലുണ്ട്. ഓൾറെഡി മെനി വേർഡ്സ് ഹാവ് ഓൾറെഡി ബീൻ രജിസ്റ്റേർഡ് ഇൻ യുവർ മെമ്മറി യൂണിറ്റ്. പല ക്ലാസ്സുകളിൽ നിന്നും നിങ്ങൾ കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും എഴുതിയിട്ടുള്ളതും സംസാരിച്ചിട്ടുള്ളതും പ്രകടിപ്പിച്ചിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള വാക്കുകൾ സ്പോണ്ടേനിയസ്ലി നിങ്ങളുടെ മൗത്തിലൂടെ പുറത്തേക്ക് വരും. അതിനൊരു എക്സ്റ്റേണലൈസേഷൻ പ്രോസസ്സാണ് ആവശ്യം. എക്സ്റ്റേണലൈസേഷൻ പ്രോസസ്സിന് വേണ്ടി ഒരു ഡിവൈസിനെ റിസോർട്ട് ചെയ്യുക, റിലേ ചെയ്യുക, ഡിപ്പെൻഡ് ചെയ്യുക. അതിലൂടെ അത് വന്നോളും. അതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇഷ്ടംപോലെ അബ്സ്റ്റെയിൻ, എ ബി എന്ന് ഫസ്റ്റ് വേർഡ്, ABSTAIN അല്ലേ. കീപ്പ് എവേ ഫ്രം, മാറി നിൽക്കുക. അബ്സ്റ്റെയിൻ ഫ്രം ആൽക്കഹോൾസ്, അബ്സ്റ്റെയിൻ ഫ്രം സ്മോക്കിംഗ്, പറഞ്ഞില്ലേ. നല്ല നല്ല വാക്കുകൾ. അബ്ഡക്റ്റ്, തട്ടിക്കൊണ്ടുപോകുക എന്നർത്ഥം കിട്ടുന്ന മറ്റൊരു വാക്കില്ലേ, അബ്ഡക്റ്റ്, കിഡ്നാപ്പ് ചെയ്യുക അല്ലേ. ഡൽഹി കമാൻഡർ വാസ് അബ്ഡക്റ്റഡ്. ഫിലിമിലൊക്കെ ഡയലോഗ് കേൾക്കുന്ന പോലെ. യെസ്, ഇഷ്ടംപോലെ വാക്ക്. ഇനി എ ബി കഴിഞ്ഞാൽ ബിയുടെ സ്ഥാനം മാറ്റി സി എടുക്കുക. എ സി, ഈ 2 അക്ഷരങ്ങൾ ആദ്യം പറഞ്ഞു. ആക്സെൻറ്റ്, ആക്സെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ പ്രൊനൗൺസിയേഷൻ പറയുന്നില്ലേ, സ്ട്രെസ്. ആക്സെൻറ്റ്, ഇംഗ്ലീഷ് ആക്സെൻറ്റ്, ACCENT, ആക്സെൻറ്റ്. അക്കോർഡിംഗ് ടു ജവഹർലാൽ നെഹ്റു, അക്കോർഡിംഗ് ടു മഹാത്മാഗാന്ധി, ഇന്നാളുടെ അഭിപ്രായത്തിൽ. അക്കോർഡിംഗ് ടു ACCM, AC. എക്കോഡ്, എഗ്രിമെൻ്റ് എന്നർത്ഥം കിട്ടുന്ന വാക്കുകൾ. ധാരാളം വാക്കുകളുണ്ട്. ഞാൻ അതിലത്തെ വാക്കുകൾ അത്രയും എക്സ്ട്രാക്റ്റ് ചെയ്ത് ഈ വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. ഇത് ഒരു ഉപാധി എന്ന നിലയിൽ നിങ്ങളുടെ മുന്നിൽ നൽകുകയാണ്. ആസ് എ ഫ്ലുവൻസി സൊല്യൂഷൻ യു ക്യാൻ പ്രാക്ടീസ് ഇറ്റ്. ട്രൈ യുവർ ലെവൽ ബെസ്റ്റ് ആൻഡ് മാക്സിമൈസ് വൊക്കാബുലറി. യെസ്, ഇഷ്ടംപോലെ വാക്കുകൾ ഇങ്ങനെ നിങ്ങൾക്ക് ക്രമീകരിക്കാവുന്നതാണ്. AC വേർഡ്സ് കഴിഞ്ഞാൽ BC കഴിഞ്ഞാൽ ABCD. നിങ്ങൾ സംശയിക്കുക AD വേർഡ്സ് ഉണ്ടോ? A കഴിഞ്ഞ ഉടനെ D വരുന്ന ഇഷ്ടംപോലെ. അഡ്ജസ്റ്റ് ദ മാക്സിമം വേർഡ്സ്. AD, അഡ്ജസ്റ്റ് എന്ന വാക്കിൽ നിന്ന് ഇല്ലേ. കോടതിയിൽ എപ്പോഴും അഡ്ജേൺ ചെയ്യൽ, പിരിഞ്ഞു, അഡ്ജേൺ ചെയ്യൽ. യെസ്, അഡോൺ ചെയ്യുക, ഈ ഡെക്കറേറ്റ് ചെയ്യുന്നതിന് പറയും. പ്രോഗ്രാമുണ്ട്, നമ്മൾ അതെല്ലാം ഡെക്കറേറ്റ് ചെയ്യണം. അഡോൺ ചെയ്യണം, അഡോൺഡ്, അലങ്കരിച്ചു. അഡ്മയർ ചെയ്യൽ, അഭിനന്ദിക്കൽ, അഡ്മയറബിൾ, അഭിനന്ദനാർഹമായ. അഡ്മിറ്റ് ചെയ്യൽ, സമ്മതിക്കലുമുണ്ട്, ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കലുണ്ട്, അഡ്മിറ്റ് ചെയ്യലുണ്ട്. എത്ര വാക്കുകൾ. ഞാനങ്ങനെ അക്ഷരങ്ങൾ കൂട്ടി ഒരുപാട് വാക്കുകൾ ഉണ്ടാക്കി നോക്കുന്നില്ല. വാക്കുകളിങ്ങനെ ഒരു ഒഴുക്കായിട്ട് വരും. ദർ വിൽ ബി an automatic or spontaneous flow of words. അതാണ് എക്സ്റ്റേണലൈസേഷൻ പ്രോസസ്സ്. ഇങ്ങനെ ഇപ്പോൾ AB വേർഡ്സ് വെറും A എന്ന അക്ഷരത്തിൽ ഡിക്ഷണറി നോക്കാതെ തന്നെ നിങ്ങളിലുള്ളതിനെ പുറത്തേക്ക് കൊണ്ടുവരണം. A വേർഡ്സ്, AB വേർഡ്സ്, AC വേർഡ്സ്, AD വേർഡ്സ്, AE വേർഡ്സ്. ഇപ്പോൾ സംശയം വരും, AE വേർഡ്സ് ഉണ്ടോ? ഉണ്ടാവില്ല. എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിലെ വാക്കുകൾ ധാരാളം ഉണ്ട്. അപ്പോൾ ഈ രൂപത്തിലുണ്ടോ? അപ്പോൾ A മാക്സിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ Bയിലേക്ക് എത്തും. B+A, BA വാക്കുകൾ അല്ലേ. ബാരിസ്റ്റർ, ലോയർ എന്നർത്ഥമില്ല. യെസ്, ഇഷ്ടംപോലെ വാക്കുകൾ ഈ രൂപത്തിൽ ക്രമീകരിക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ തന്നെ ഒരു ഡിക്ഷണറി ആയിക്കൊണ്ട് മാക്സിമം വൊക്കാബുലറി എക്സ്പാൻഷന് വേണ്ടി സ്വയം പരിശ്രമിക്കൂ. ഇംഗ്ലീഷ് ഭാഷ
സ്വായത്തമാക്കുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങൾക്കെല്ലാം യഥാർത്ഥ അർത്ഥം നിങ്ങളുടെ മുന്നിൽ അനുഭവമായി വന്നു നിൽക്കുന്നത് പറഞ്ഞറിയിക്കേണ്ടതല്ല, അത് നേരിട്ട് അനുഭവിക്കേണ്ടതാണ്. ഇനി ഇംഗ്ലീഷിനെ ഭയപ്പെടേണ്ടതില്ല. എല്ലാവരും ഇംഗ്ലീഷ് ട്രൂ ട്രാക്കിൻ്റെ ഭാഗമായ എല്ലാവരും ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ തുടങ്ങി. ഇംഗ്ലീഷ് ട്രൂ ട്രാക്കിൻ്റെ പുതിയ ക്ലാസ്സുകൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും ഒരുപാട് ഡിവൈസസുമായി, ഒരുപാട് ടെക്നിക്സുമായി, ഒരുപാട് പ്രിൻസിപ്പിൾസുമായി, ഒരുപാട് സ്ട്രാറ്റജീസുമായി, ഒരുപാട് ടാക്ടിക്സുമായി വീണ്ടും നമ്മൾ കാണും. മറക്കണ്ട, ഇംഗ്ലീഷ് ട്രൂ ട്രാക്ക് സബ്സ്ക്രൈബ്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാതിരിക്കുന്ന പ്രവണത വിഷമുണ്ടാക്കൂട്ടോ. ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുന്നതിൽ ടു ഹെൽപ്പ് ഇംഗ്ലീഷ് ട്രൂ ട്രാക്ക് അല്ലേ, ഷെയറിങ്. ഓക്കെ, അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ. പരമാവധി നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അവിടെ വരട്ടെ. പേഴ്സണലായിട്ട് അയച്ചു തരുന്ന പ്രവണത കാണുന്നുണ്ട്. പേഴ്സണലായിട്ട് അയച്ചു തരില്ല, കമൻറ്റ് ബോക്സിൽ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും നല്ല നല്ല നിർദ്ദേശങ്ങൾ വരട്ടെ. നിർദ്ദേശങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ രീതിയിൽ തന്നെയാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകേണ്ടത് എന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് ഞാൻ ധരിക്കും. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും ഇംഗ്ലീഷ് ട്രൂ ട്രാക്കിൻ്റെ വിവിധ ക്ലാസ്സുകൾ ഇനി കാണാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഗ്രാമർ ക്ലാസ്സുകൾ പ്രത്യേകമുണ്ട്. ഇംഗ്ലീഷ് ബേസിക്സ് എന്ന ഭാഗം വേറെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ഫ്ലുവൻസി എന്ന ഭാഗം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ 3rd പവർ ലെവലായ ഇംഗ്ലീഷ് ആക്സെൻറ്റും ഇംഗ്ലീഷ് ട്രൂ ട്രാക്കിലൂടെ കടന്നു വരാൻ പോകുന്നുണ്ട്. എല്ലാവരും സമയം കണ്ടെത്തി ഇംഗ്ലീഷ് ട്രൂ ട്രാക്കിലൂടെ അന്തർദേശീയ ആശയവിനിമയ ഉപാധിയായ ഈ ഭാഷയെ സ്വായത്തമാക്കാൻ എന്നും ട്രൂ ട്രാക്കിൽ ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പുതിയ ക്ലാസ്സുമായി വീണ്ടും നമ്മൾ കാണും. ഓക്കെ, താങ്ക് യു ആൻഡ് ബൈ.